വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് സോയ ചങ്ക്സ് തിളപ്പിച്ച് തണുത്തതിനു ശേഷം വെള്ളം പിരിഞ്ഞെടുത്തതിലേക്ക് മഞ്ഞപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും കോൺഫ്ലോറും ചേർത്ത് മിക്സ് ചെയ്ത് 30 മിനിറ്റ് മാരിനേഷനായി മാറ്റിവെക്കണം. ചൂടായ എണ്ണയിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പനീർ ചെറിയ ക്യൂബ്സ് ആയി കട്ട് ചെയ്തതിലേക്ക് മഞ്ഞപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 30 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം കൂടി ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റുക. വഴന്ന കൂട്ടിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ചേർത്ത് ഇളക്കി മഞ്ഞപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റി തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നേരത്തെ ഫ്രൈ ചെയ്ത പനീരും സോയയും ചേർത്ത് ഇളക്കി അടച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. മസാല തയ്യാറായിട്ടുണ്ട്. റൈസ് തയ്യാറാക്കാനായി അടികട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിനുള്ള സ്പൈസസും ചേർത്ത് ഇളക്കി കഴുകി കുതിർത്ത് വെള്ളം കളയാൻ മാറ്റി വെച്ച അരിയും ചേർത്ത് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളവും മല്ലിയില, ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുത്ത അരിയിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല കൂട്ടും ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്യൂവും കിസ്മിസും ചേർത്ത് നല്ലോണം ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.